ഇത് അവിടെ നിറച്ച് നമ്മൾ സ്പോണാക്കി വാർഡന്മാരാണ്. ആ വാർഡന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ കേസ്, ഞാൻ തീരും കേസ്. നമ്മുടെ സുട്ടുമണികൾക്കൊന്നും പറ്റിയിട്ടില്ല. 2 സുട്ടുമണികളും ജീവനോടുണ്ട്. പിന്നെ അതെന്താ സാധനം, അതെന്താ ഗൈസ്? ഞാൻ ഇത് വല്ല സിറ്റിയുമാണോ ഗൈസ്? എന്തോ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചു. എന്തായാലും നല്ല എന്തേലും ആണ് ഗൈസ്. ഇതെന്താണ് സംഭവം? ഒരു ഞാനെങ്ങനെ ആൾ താമസമുള്ള എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തണ്ടർ ആൻഡ് ട്രോളോ, വാട്ട് തണ്ടർ ആൻഡ് ട്രോള് ഗൈസ്? ഈ സിറ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, TNT ഞാൻ ഈ സിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലാതെ ആദ്യമായിട്ടാണ് സിറ്റി കാണുന്നത്. നമ്മൾ അങ്ങനെ വാർഡന്മാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഈ സിറ്റിയിലായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. നമ്മൾ ഇത്രയും നാൾ ഒറ്റപ്പെട്ട് നിന്നിട്ട് നമുക്ക് അവസാനം ഒരു സിറ്റിയിലെങ്കിലും എത്തിച്ചേരാൻ പറ്റി. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. സുട്ടുമണികൾക്കും ഒന്നും പറ്റിയിട്ടില്ല നമ്മുടെ, അതെടുത്ത സന്തോഷം കേസ്. വയ്യനിയും നമുക്ക് ഈ സിറ്റിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം കേസ്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും കാണും, അല്ലേ രാവിലെ ആവേണ്ട ആൾക്കാരൊക്കെ ജോലിക്ക് പോയോ, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കേസ് ഇവിടെ കുറേ പ്രതിമകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഇത്? ഗാസ്റ്റ്, ക്രീപ്പർ, കോഴി, എൻഡർമാൻ. എൻ്റെ കൈ നങ്ങി ഇതൊക്കെ അറിയാൻ പൊട്ടിക്കും, അതാണ് കുഴപ്പം. ഗൈസ് ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്, ഡോണ്ട് എൻ്റർ എലക്ഷൻ സോണ്. ഇത് വല്ല എലക്ഷൻ ഓഫീസൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന എന്തോ ഉണ്ട് ഇവിടെ. ഇവിടെ പിക്കാക്സ്, വലിയൊരു പിക്കാക്സ് ഗൈസ്, ജൈൻറ്റ് പിക്കാക്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവിടെയാണ് സിറ്റിയുടെ മെയിൻ ബഗ് ഗൈസ്. എയറോപ്ലെയിനൊക്കെ പോകുന്നതാ സീൻ തന്നെയല്ലേ. നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ. ഗൈസ് ഇവിടെ എന്താണ്? ഇതെന്താ സംഭവം ഗൈസ്? പോലീസോ ഗൈസ്? ഇത് പോലീസ് സ്റ്റേഷനാണ്. വൗ, വാട്ട് എ പോലീസ് സ്റ്റേഷൻ, ജൈജാൻറ്റിക് പോലീസ് സ്റ്റേഷൻ തന്നെ. പിന്നെ ഇവിടെ പോലീസുകാരുടെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എനിക്കിൻ്റെ മണ്ടയിലേക്ക് കയറാം. ഇവിടെ പോലീസുകാരുടെ വണ്ടി കിടപ്പുണ്ട്. ഇതെന്താണ്? ഐ ലവ് TNT എന്നും പറഞ്ഞു. ഈ സിറ്റിയുടെ പേരപ്പം TNT തന്നെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സിറ്റീനെ പറ്റി മുമ്പ്. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്, അവിടെ എന്താണ്? സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറിപ്പോയി നോക്കാം. സ്റ്റെപ്പിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ കാണണം ഗൈസ്. ഇതെന്താടാ? വലിയ വീടുണ്ട് ഗൈസ് ഇവിടെ. വലിയെന്ന് പറഞ്ഞാൽ വലിയൊരു വീട്. വീടിനേക്കാളും വലിപ്പമുണ്ട് വീടിരിക്കുന്ന സ്ഥലത്തിനൊക്കെ. സ്ഥലത്തിനും മതിലിനും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു വീടുണ്ട് ഇവിടെ. ആരുടെയാണോ എന്തോ നമുക്കറിയില്ല. വെളിയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഇവിടെ എന്താ ഗൈസ്? ഇതെന്താ സെറ്റപ്പ്? നമുക്ക് നമ്മുടെ ഫുഡ് കുറച്ച് കഴിക്കാം. പേടിക്കണ്ടെങ്കിൽ നമ്മളെന്തായാലും ഒരു വലിയ സിറ്റി കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും പേടിക്കാനില്ല. ബോയ്സ്, ഇതെന്തോ ഇവിടെ ഒരു വീടുണ്ട് ഗൈസ്. എന്താണ്? എത്ര വീടാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ സ്ഥലം ഒരു പൊളി തന്നെ. ഓക്കെ, ഈ വീടൊന്ന് കയറി കണ്ടു നോക്കാം. എനിക്ക് ഈ വീട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഫുള്ള് തടി വെച്ചുണ്ടാക്കിയൊരു വീട്. തന്നെ ഇച്ചാതി വീട് ഗീസ്. ഇത് കോടീശ്വരൻ്റെ വീടായിരിക്കും. കോടീശ്വരൻ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ അവനും ചാൻസ് ഉണ്ട്, കാരണം തടിയൊക്കെ വെച്ചുണ്ടാക്കിയെന്നുണ്ട്. നമുക്ക് ഇത് അടയ്ക്കാം. നമ്മുടെ വട്ടിക്കുട്ടിയൊക്കെ നമ്മുടെ കൂടെ വന്നോളും. അവന്മാർക്ക് സിറ്റിയുടെ ഇടയിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാനുള്ള പ്രത്യേകതര കഴിവുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പറന്നങ്ങോട്ട് പോയി ഒന്ന് നോക്കാം. എൻ്റെ 5 റോക്കറ്റ് ഉള്ള കേസ്, അതാണൊരു വിഷയം. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം ഗീസ്. ഇതെന്താണ് ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നത് ഗീസ്? നമ്മുടെ നാട്ടിൽ നടന്ന പോലെ എന്തോ വലിയ യുദ്ധം ഇവിടെയും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ? ഫുള്ളൊരു ലാഗാണല്ലോ. ഇപ്പം ശരി ഗീസ്. ഇവിടെ വേറൊരു വീടുണ്ട് ഗൈസ്. ഈ വീടും കൂടെ ഒന്ന് കയറി നോക്കാം. ഇതൊരു വലിയ വീട് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ വീടും അത്യാവശ്യം വലിയ വീടുകളാണ്. ഇവിടെ റൂമാണ്. ഓക്കെ, നമുക്ക് അടച്ചേക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഇത്
ഇത് 2 പക്ഷേ എങ്ങാത്തെ ഓക്കെ. ഇങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. പിന്നെ ഗൈസ് അവിടെ എന്തോ കാണുന്നുണ്ട്. ഓ ഗൈസ് ഈ വീട് എന്ത് വീടാണ് ഇത്? ഓ സ്ഥലം കുറവാണേലും വീട് അത്യാവശ്യം വലിയതാക്കി പണിതിട്ടുണ്ട് ഗൈസ്. ഇത് ആരുടെ വീടാണോ എന്ന് അറിയില്ല. സ്ഥലം കുറവാണേലും അടിപൊളി വലിയതായിട്ട് വീട് കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ അപ്പം ഗൈസ് ഇത് ഇവിടെ വീണ്ടും ഇവിടെയും വീട്. ഇത് അവിടെയും എന്തുകൊണ്ട് നമുക്ക് ആദ്യം ഈ വീടൊന്ന് നോക്കാം. ഇതൊരു ബഹുകോടീശ്വരൻ്റെ വീടാന്ന് തോന്നുന്നു. ഭയങ്കര വലിയ വീട് ഗൈസ്. ഇവിടെ ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ ഈ ഗ്യാരേജിൽ എന്തെങ്കിലും കാണും ഇപ്പോൾ. ഈ കാറ് നോക്കാം, BMW. ഇത് ഏതാടാ ബ്രാൻഡ്? ഇജാതി എന്നാ ഇത് പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ അല്ലാതെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട് പോലെ തോന്നുന്നു. ഈ സാധനം ഈ 4 തൂങ്ങിക്കിടക്കുന്ന ഈ 4 സാധനം കണ്ടോ ഗൈസ്? ഇതെനിക്ക് നല്ല പരിചയമുള്ള സാധനമാണ്. എൻ്റെ ഊഹം കറക്റ്റാണ്. ഇത് നിക്സിൻ്റെ വീടാണോ എന്നെനിക്കൊരു സംശയം. കാരണം നിക്സിനെയും കാണാതെ പോയായിരുന്നു കുറച്ച് നാള്. അപ്പം ഇത് നിക്സിൻ്റെതാവാൻ ചാൻസ് ഉണ്ട്. നിക്സിൻ്റെ ആണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ നിക്സിൻ്റെ ആണെങ്കിൽ അത് അധികം വൈകാതെ നമ്മൾ കാണാതെ പോയിപ്പിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നിക്സിൻ്റെ വീടാവാനുള്ള ചാൻസും ഉണ്ട്. ഇതെന്തോടാ ഭയങ്കര വലിയ എന്തോ ഇവിടെ ഉണ്ട്. കണക്റ്റഡ് ഗ്ലാസ്. എന്താ മണ്ടയിലേക്ക് കയറി നോക്കാം ഗൈസ്. ഇതെന്താ വലിയൊരു എയറോപ്ലെയിൻ കിടക്കുന്ന ഇട. ഇത് എയർപോർട്ടാ ഗൈസ്. ഗൈസ് ഇവിടെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയും അങ്ങോട്ട് കയറാൻ പറ്റുമോ നോക്കാം. എയർപോർട്ടിൻ്റെ അങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി കിടക്കണം ഗൈസ്. നമ്മളങ്ങനെ നുഴഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഇതൊക്കെ ആരോ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ഈ സിറ്റിയിൽ ആരെങ്കിലും കണ്ട അവരുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പറഞ്ഞ് റെഡിയാക്കാം ഗൈസ്. പിന്നെ ഈ എയർപ്ലെയിനിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ ഗൈസ്?